അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ 37 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാ എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓതാൻ കഴിയട്ടെ. നമുക്ക് 8-ാമത്തെ ആയത്ത് മുതൽ ഓതി നോക്കാം. 37 ആയത്ത് വരെ നമ്മൾ ഓതി പഠിച്ചതാണ്. 38-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഅസ്ഹാബിൽ യമീൻ. തജ്വീദ് നിയമം നോക്കാം. ലിഅസ്ഹാബി, ലാമിൻ്റെ മുകളിൽ ഇവ രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്. അല്ലേ, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിക്കണം കേട്ടോ. ഓക്കെ, ലിഅസ്ഹാബി, സ്വാദിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ലിഅസ്. ഓക്കെ, ലിഅസ്ഹാബി. ആണ്, ഹ ആണ് കേട്ടോ. ഹ എന്ന് വെച്ചാൽ ഹ ആണ്. ഇവിടെ ഹാബി എന്ന് പറയരുത് കേട്ടോ. ഹാബി രണ്ടനക്കം നീട്ടുകയും ചെയ്യുക. അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ. ലിഅസ്ഹാബിൽ യമീൻ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, 39-ാമത്തെ ആയത്ത്. സുല്ലതും മിനൽ അവ്വലീൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സ ആണ്. സ എന്ന് പറയുമ്പം നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം, പല്ലിൻ്റെ നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം നമ്മൾ സ എന്നെ ഉച്ചരിക്കാനായിട്ട്. ഓക്കെ, സുല്ലതും മീന. ഓക്കെ, സുല്ല, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. സുല്ലതുമ്മി, തൻവീന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. നമ്മളത് പഠിച്ചതാണ് അല്ലേ. സുല്ലതും മിനൽ അവ്വലീൻ. മിനൽ, ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹംസത്തുൽ വസ്ലിൻ്റെ നിയമമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഹംസത്തുൽ വസ്ലിന് ആയത്തിൻ്റെ നടുക്കിൽ വരുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ ശബ്ദം ഉണ്ടാവൽ എപ്പോഴാണ്? ആയത്തിൻ്റെ ആരംഭത്തിൽ, തുടക്കത്തിൽ വരുമ്പോൾ അല്ലേ. അപ്പം നമ്മൾ തുടക്കത്തിൽ വരുമ്പോഴാണ് അതിന് ശബ്ദം ഉണ്ടാവുക. നടുക്ക് വരുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല. എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. സുല്ലതും മിനൽ അവ്വലീൻ. സുല്ലതും മിനൽ അവ്വലീൻ. വാവിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. അവ്വലീൻ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. 40-ാമത്തെ ആയത്ത്. വസുല്ലതും മിനൽ ആഖിരീൻ. വസുല്ലതും മിന. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ തന്നെയാണ് പിന്നെയും പറയുന്നത്. എപ്പോഴും ഓർമ്മ വേണം. വാവ് എന്നുള്ള അക്ഷരം കാണുമ്പോൾ തന്നെ ചുണ്ടിനെ റൗണ്ടാക്കി പിടിക്കാൻ, ചുണ്ടിനെ വട്ടത്തിൽ സർക്കിളാക്കി പിടിക്കണം എന്നുള്ളൊരു ഓർമ്മ വേണം കേട്ടോ. വസുല്ലതും, ഇവിടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സനെ ഉച്ചരിക്കാൻ. വസു. ഓക്കെ, വസുല്ല, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, ഒന്ന് കനപ്പിക്കണം കേട്ടോ. വസുല്ലതുമ്മി, തൻവീന് ശേഷം മീമു വന്നു, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. വസുല്ലതും മിനൽ ആഖിരീൻ. മിനൽ ആഖിരീൻ. ഇവിടെ നമ്മൾ രണ്ട് അനക്കം നീട്ടി ഓതണം. എന്ന് രണ്ടനക്കം നീട്ടി ഓതണം. കാരണം ഇങ്ങനെ ലാമിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഹംസ ഈ രൂപത്തിൽ വരികയാണെങ്കിൽ നമ്മളവിടെ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. രണ്ടനക്കം നീട്ടി ഓതണേ. മിനൽ ആഖിരീൻ. തൊണ്ടയുടെ അക്ഷരാണ്. ഒരു തരിപ്പോട് കൂടെ തന്നെ നമ്മൾ ഉച്ചരിക്കണം കേട്ടോ. ആഖിരീൻ. ഓക്കെ, 41-ാമത്തെ ആയ. വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ. തജ്വീദ് നിയമം നോക്കാം. വഅസ്ഹാബു,
ഇവിടെയൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ ആയത്തുകളിലുള്ളത് തന്നെയാണ്. ഹാഫ് സുക്കൂന് കൊടുക്കുക. പിന്നെ അതുപോലെ അസ്ഹാബു എന്ന് ഓതരുത്, ഹ ആണ്, അസ്ഹാബു. ഓക്കെ. വ അസ്ഹാബു ഷിമാലി. ഇവിടെ ഷീനിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിച്ചോതുക കേട്ടോ. ഷീനെ ഒന്ന് കനപ്പിച്ചൊടുക്കുക. ഷിമാലി. മീമിനെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. ഇവിടെ നോക്കൂ, മാ അസ്ഹാബു. ഇവിടെ ഏതാ നിയമം വന്നിട്ടുള്ളത്? ഇവിടെ എത്രയാ ദീർഘിപ്പിക്കേണ്ടത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നാൽ നമ്മൾ എന്താണ് അവിടുത്തെ നിയമത്തിൻ്റെ പേര് പറയുന്നത്? മദ് മുൻഫസിൽ. മദ് മുൻഫസിലാണ് അല്ലേ? അപ്പം നമ്മളവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. മാ അസ്ഹാബു ശിമാൽ. ഇവിടെ ഷീനിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.